സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പോലീസിനോട് പറഞ്ഞു. ഉമ്മയുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്ന് അഫാൻ പറഞ്ഞു. അതേസമയം അഫാന്റെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന നിലപാടിലാണ് പോലീസ്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, അതായത് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാനൊരു തീരുമാനമെടുത്തിരുന്നു, ഉമ്മയോടക്കം ആലോചിച്ചാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന രീതിയിലുള്ള മൊഴികളാണിപ്പോൾ അഫാൻ പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഉപ്പയുടെ സഹോദരൻ സാമ്പത്തിക ബാധ്യതയിൽ തകർന്നു നിൽക്കുന്ന സമയത്ത് സഹായിച്ചില്ല, അതും വൈരാഗ്യത്തിന് കാരണമായി എന്നതടക്കം ഈ അഫാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പോലീസ് ഇത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? മനു, ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ അഫാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അഫാൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ പറഞ്ഞത് അതിൽ നിന്നും വ്യത്യാസമാർന്ന രീതിയിലായിരുന്നു. തുടർന്നാണ് ഈ രീതിയിൽ അതായത് ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി ഇപ്പോൾ അഫാൻ പോലീസിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അത് അവരുടെ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു സീരീസ് ഓഫ് കൊലപാതകം, അത് പ്രത്യേകിച്ചും സ്വന്തം വീട്ടിലെ അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് പിതാവിൻ്റെ സഹോദരൻ അവരുടെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു, സ്വന്തം അമ്മുമ്മയെ കൊലപ്പെടുത്തുന്നു, ഒപ്പം തന്നെ താൻ പ്രണയിച്ച പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിളിച്ചു വരുത്തി എത്തിച്ച് കൊലപ്പെടുത്തുന്നു. അതിലേക്കൊക്കെ എത്തിയത് കേവലം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാരണം പറഞ്ഞാകില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരണത്തിനാണ് പോലീസ് മുൻതൂക്കം നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതായാലും ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ അഫാന്റെ ചോദ്യം ചെയ്യൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ ഒരു കാര്യം പറയുന്നതിൽ അഫാൻ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് ഈ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് പറയാൻ കാരണം. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള നൽകുന്ന മൊഴി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ പുറത്തേക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറുന്നില്ല. കാരണം അതിന് പ്രധാനമായും പറയുന്നത് ഇത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഈ പല രീതിയിലുള്ള മൊഴികൾ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതെല്ലാം ഓരോ ഘട്ടത്തിലും മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയുമായി മുന്നോട്ട് പോകുക, പ്രത്യേകിച്ചും അഫാന്റെ ഫോൺ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ, അഫാന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ, അഫാൻ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഫാൻ എവിടെയൊക്കെ പോയി, ആരൊക്കെയായി സംസാരിച്ചു, ആരെയൊക്കെ കണ്ടു എന്നത് സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള പരിശോധന അത് ഇതിനകം തന്നെ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നത്. അതിനൊപ്പം തന്നെ ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 3 വീടുകളിലായിട്ടാണ്. ആ വീടുകളിലൊക്കെ എത്തി ശാസ്ത്രീയ പരിശോധന അടക്കം പോലീസ് ആ രീതിയിൽ നടത്തി തെളിവ് ശേഖരണത്തിന് കൂടുതൽ മുൻതൂക്കം നൽകിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ ഈ നിലവിലിപ്പോൾ അഫാൻ ചികിത്സയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ എന്ന രീതിയിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. കേവലം വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ചികിത്സയിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിൻ്റെ രീതിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മറ്റൊരു പ്രതീക്ഷ ഇനിയുള്ളത് അഫാന്റെ ഉമ്മയിലാണ്. അഫാന്റെ ഉമ്മ ഇപ്പോൾ ആരോഗ്യനില നേരത്തെ അതിതീവ്രമായിട്ടുള്ളൊരു നിലയിലായിരുന്നു. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രത്യാശ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ തോതിൽ അവരുടെ ആരോഗ്യനിലയിൽ മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉമ്മ തിരികെ ജീവിതത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഉമ്മയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പോലീസിനുണ്ട്. ഏതായാലും പോലീസ് അതിനും പോലും കാത്തു നിൽക്കുന്നില്ല. പ്രത്യേകിച്ചും ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ മുന്നോട്ട് നീങ്ങുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് പോലീസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മറ്റൊന്നിനി കണ്ടെത്താനുള്ളത് അഫാന് എന്തെങ്കിലും തരത്തിൽ ഈ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിശോധനാ ഫലം ഉടൻ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
വ്യക്തമാക്കുന്നത്. നിലവിൽ രാവിലെ തന്നെ രക്തസാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി നൽകിയിരുന്നു. ഈ പരിശോധനാ ഫലത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാകുക. ഇപ്പോൾ നിലവിൽ അഫാൻ പോലീസിനോട് പറയുന്നത് താൻ ഒരു മാസമായി മദ്യം ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ മയക്കുമരുന്ന് താൻ കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിയുടെ ഒരു ശരീരഭാഷയൊക്കെ നമ്മൾ പോലീസിനോട് ചോദിക്കുമ്പോൾ ഒരു തരത്തിലുള്ള കൂസലും ഇത്തരത്തിൽ ഒരു 5 പേരെ കൊലപ്പെടുത്തിയ വ്യക്തിയാണ്, അതും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കൊലപാതക രീതിയാണ് അവലംബിച്ചത് ഈ പ്രതി എന്ന് പറയുന്നതും ഇതിന് പിന്നിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഗൂഢാലോചന പ്രതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഷീജ. ഈ പറഞ്ഞതുപോലെ 6 മണിക്കൂർ കൊണ്ട് 34 കിലോമീറ്റർ സഞ്ചരിച്ച് 3 ഇടങ്ങളിൽ പോയി കൊലപാതകം നടത്തുന്നു. ഏറ്റവും ബ്രൂട്ടലായ രീതിയിൽ, ഏറ്റവും ക്രൂരമായ രീതിയിൽ ആ കൊലപാതകം ചെയ്യുന്നു ഇയാൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യതയുടെ പുറത്ത്, ഒരു തീരുമാനത്തിന്റെ പുറത്തുണ്ടായ ഒരു സംഭവമല്ല എന്ന് പ്രാഥമികമായ കാഴ്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞതുപോലെ കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇത്ര ക്രൂരമായി ഉമ്മയെ, ഈ അടുത്ത ബന്ധുക്കളെയും പ്രണയിച്ച പെൺകുട്ടിയെയും ഒന്നും സ്വന്തം അനിയനെയൊന്നും കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. തീർച്ചയായും അത് തന്നെയാണ് സ്വാഭാവികമായും പോലീസിലും സംശയം ജനിപ്പിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പോൾ അഫാന്റെ ജീവിതം പൂർണ്ണമായും, അതായത് അഫാൻ എലിവിഷം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം അഫാന്റെ ജീവൻ നിലനിർത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ കൊലയ്ക്ക് പിന്നിലെ കാരണം എന്നതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും എല്ലാ ചികിത്സയും ഉറപ്പാക്കിയതും പോലീസ്. ഇനിയിപ്പോൾ ഈ ഒരു ദിവസത്തെ ഒരു നിരീക്ഷണം ആവശ്യമാണ് അഫാൻ എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇനി പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ലഭിക്കുമ്പോഴായിരിക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ, പോലീസിന് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി അഫാനെ ചോദ്യം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ കേസിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഇതിനൊപ്പം തന്നെയാണ് ഈ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കൂടി പോലീസ് മുന്നോട്ട് പോവുകയാണ്. മനു, മറ്റൊരു കാര്യം കൂടി, പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായി കഴിഞ്ഞോ? മൃതദേഹങ്ങൾ ഉടൻ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമോ? ഒപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? മനു, ഏതായാലും 5 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 4 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ ഈ അഫ്നാന്റെ മൃതദേഹം മാത്രമാണ് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകേണ്ടത്. ഇപ്പോൾ അത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അഫ്നാന്റെ മൃതദേഹം കൂടി ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതായിരിക്കും. നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രതിയുടെ ബന്ധുക്കളായിട്ടുള്ള, അതായത് ഒന്ന് അമ്മുമ്മ, അതിനൊപ്പം തന്നെ ഈ സഹോദരൻ, പിതാവിൻ്റെ സഹോദരനും ഭാര്യയും, ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ വീടുകളിൽ കൊണ്ടുപോയതിനു ശേഷം പാങ്ങോടുള്ള പള്ളിയിലായിരിക്കും ഖബറടക്കം നടത്തുക. അത് ഏകദേശം വൈകുന്നേരത്തോടുകൂടി 5 മണിയോടുകൂടി അവിടെ ഖബറടക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അഫാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ്. ഫർസാനയുടെ മൃതദേഹം നിലവിൽ ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഫർസാനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വെഞ്ഞാറമൂടുള്ള വീട്ടിൽ എത്തിച്ചതിനു ശേഷം ചിറയൻകീഴുള്ള പള്ളിയിലായിരിക്കും ഖബറടക്കം ഫർസാനയുടേത് നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നും മൃതദേഹവുമായി പോയ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഈ രീതിയിലാണ് ഇവരുടെ പൊതുദർശനവും സംസ്കാരവും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അത് ആ രീതിയിൽ നടക്കുന്നതായിരിക്കും. ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകാനുള്ളത് അഫ്നാന്റെ മാത്രമാണ്. അഫ്നാന്റേത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയുന്നത്. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.